കോഴിക്കോട് പെൺകുട്ടിയെ പ്രണയം നടിച്ച് പീഡിപ്പിച്ച് ഭീഷണിപ്പെടുത്തി നിർബന്ധിത മതപരിവർത്തനത്തിന് ശ്രമിച്ച സംഭവത്തിൽ പരാതി നൽകിയ പെൺകുട്ടിക്കും പിതാവിനും വധഭീഷണി. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം തടഞ്ഞു നിർത്തിയായിരുന്നു ഭീഷണി. സംഭവത്തിൽ ഇവർ പോലീസിൽ പരാതി നൽകി. അതിനിടെ ഇരയായ പെൺകുട്ടിയെ തിരിച്ചറിയുന്ന വിധത്തിലും അവഹേളിക്കുന്ന രീതിയിലും ഒരു മുഖ്യധാര ചാനൽ സംപ്രേഷണം ചെയ്ത പരിപാടിക്കെതിരെ പ്രതിഷേധം ശക്തമായിട്ടുണ്ട്. ക്രിസ്ത്യൻ പെൺകുട്ടിയെ പ്രണയം നടിച്ച് പീഡിപ്പിച്ച് ഭീഷണിപ്പെടുത്തി നിർബന്ധിത മതപരിവർത്തനത്തിന് ശ്രമിച്ച സംഭവത്തിൽ പരാതി നൽകി 1.5 മാസത്തിനു ശേഷം കഴിഞ്ഞ സെപ്റ്റംബർ 24-നാണ് പോലീസ് കേസിലെ പ്രതിയായ മുഹമ്മദ് ജാസിമിനെ അറസ്റ്റ് ചെയ്തത്. അന്നുതന്നെ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്യുകയായിരുന്നു. തുടർന്ന് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാനോ തെളിവ് ശേഖരിക്കാനോ തയ്യാറാകാത്ത സമീപനമാണ് പോലീസ് സ്വീകരിച്ചിരുന്നത്. ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. ഇതിനിടെയാണ് പീഡനത്തിനിരയായ പെൺകുട്ടിക്കും പിതാവിനുമെതിരെ വധഭീഷണിയുണ്ടായത്. ഇവർ സഞ്ചരിച്ച വാഹനം തടഞ്ഞു നിർത്തിയാണ് ചിലർ ഭീഷണിപ്പെടുത്തിയത്. പിന്നെ വധഭീഷണി വരുന്നതല്ലാണ്ട് നമുക്ക് 1-2 തവണ വന്നിരുന്നു. ഇപ്പം ഫോണിൽ കൂടെ നേരിട്ട് തന്നെ വണ്ടി തടഞ്ഞ് അപ്പോൾ അതിനൊക്കെ ഞങ്ങൾ പരാതി നീക്കുന്നുണ്ട്. ഭീഷണി വകവെക്കുന്നില്ലെന്നും കേസുമായി മുൻപോട്ട് പോകണമെന്നും പെൺകുട്ടിയുടെ പിതാവ് വ്യക്തമാക്കി. അതിനിടെ പെൺകുട്ടിയെ അപമാനിച്ചുകൊണ്ട് ഒരു ചാനലിൽ വന്ന പരിപാടിക്കെതിരെ പ്രതിഷേധം ശക്തമായിട്ടുണ്ട്. പെൺകുട്ടിയെ വ്യക്തിപരമായി അവഹേളിച്ചും പ്രതിയെ ന്യായീകരിച്ചുമാണ് ഈ പരിപാടി അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിനെതിരെയും ഇവർ പോലീസിനെ സമീപിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള അവഹേളനങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം തുടരുമ്പോൾ പെൺകുട്ടിയുടെ പിതാവിന് പറയാനുള്ളത് ഇത്രമാത്രം: നമ്മൾ പാർട്ടിയോ വ്യക്തികളെ ആരെയും തേജോവധം ചെയ്യാൻ വേണ്ടിയല്ല. നമ്മൾക്ക് നീതി കിട്ടണം. അതുപോലെ ഇനി ഒരു കുട്ടിക്ക് ഗതി വരികയും ചെയ്യരുത്. ഒരു സമുദായത്തിൽപ്പെട്ടതും ആർക്കും, എല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളെ, പെൺകുഞ്ഞുങ്ങൾ എല്ലാവരും. അതിനിടെ കേസിൽ NIA അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഷെക്കേന ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഷെക്കേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബട്ടണിൽ വിരലമർത്തുക.